ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സാമ്പാർ പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഈ സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളി മണവും ടേസ്റ്റും ഉള്ള ഒരു സാമ്പാർ പൊടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത്. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പിയും സാമ്പാർ പൊടിയുടെ റെസിപ്പിയും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പരമാവധി ഷോർട്ട് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ടാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 150 ഗ്രാം എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കണതിലാണ് സാമ്പാറിൻ്റെ ഗുണം ഇരിക്കുന്നത്. സാമ്പാർ നന്നായിട്ട് വരിക, നല്ല വറവായി വരണം. അപ്പോഴാണ് സാമ്പാറിന് നല്ല രുചിയും മണമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിനുള്ള സാമ്പാർ പൊടിക്കുള്ള സാധനങ്ങൾ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ തീ കൂട്ടി വെച്ച് ഒരിക്കലും നമ്മൾ വറുത്തെടുക്കരുത്. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളും സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇതൊന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കാം, പക്ഷേ ഓരോന്നിനും പല വറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് വെവ്വേറെ വറുത്തെടുക്കണം. അപ്പം ഞാൻ ഈ മുളകൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ മുളക് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള മുളകാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് നോക്കണം. അപ്പോൾ മുളക് ഇവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 100 ഗ്രാം കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ സാമ്പാർ പൊടിക്ക് എടുക്കുന്ന സാധനങ്ങളുടെ അളവ് കറക്റ്റായി കഴിഞ്ഞാലും അതുപോലെ തന്നെ വറവ് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സാമ്പാർ പൊടി വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ മായമുള്ള സാമ്പാർ പൊടിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല സാമ്പാർ പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒന്ന് കുറച്ച് നേരം മെനക്കെട്ടാൽ മതി. നല്ല പൊടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു കലർപ്പോ മായോ ഇല്ലാത്ത പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാശ്മീരി മുളക് ഇവിടെ വറവായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 100 ഗ്രാം മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടിക്ക് വറുത്തെടുക്കുന്നത് ഡ്രൈ റോസ്റ്റാണ് ചെയ്യണത്, എണ്ണയൊന്നും ഒഴിച്ചിട്ടല്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ഈ മല്ലി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ മല്ലി നല്ലൊരു വാസനയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വറവായിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും ഇത് വറവായിന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവർ ഒരു മല്ലിയുടെ മണി എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കിയാൽ മതി. നല്ല കരുന്നനെ അത് കടിക്കാനായിട്ട് പറ്റും. അപ്പോൾ വറവായിന്ന് അതിനർത്ഥം. ഇപ്പോൾ നമ്മുടെ മല്ലി ഇവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഒരു 100 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഇത് വറുത്തെടുക്കരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് ഇതിന് കിട്ടില്ല. കടലപ്പരിപ്പ് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു വാസന വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാസന കേട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ലെങ്കിൽ ഒരു കടലപ്പരിപ്പ് എടുത്ത് കടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് കരുന്നനെ പൊട്ടുന്നതായിട്ട് കാണാം. ഇപ്പം ഞാൻ കടലപ്പരിപ്പ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 100 ഗ്രാം ഉഴുന്നും പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലൊരു വാസനയാണ് വരുന്നത് ഉഴുന്നും പരിപ്പ് റോസ്റ്റായതിൻ്റെ. അപ്പോൾ നമുക്ക് ഉഴുന്നും പരിപ്പ് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 50 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റോസ്റ്റായി വരുമ്പോൾ ഉലുവ പൊട്ടി വരും. ഉലുവയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് കരിവേപ്പില
ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കരിവേപ്പില നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കരിവേപ്പിലയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 50 ഗ്രാം കായം എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ LGയുടെ ഒരു കായാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല വാസന ഉണ്ടായിരിക്കും. LGയുടെ കായം നല്ല വാസനയായിരിക്കും. അപ്പം ഞാൻ ഇത് 100 ഗ്രാമിൻ്റെ ഒരു പെട്ടിയാണ്. അതിൽ നിന്ന് പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുമ്പോൾ അത് പെട്ടെന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കായം ഇവിടെ 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്, ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ഇങ്ങനെ അമുക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേപോലെ ചെയ്യണത്. അതുപോലെ നമുക്ക് എല്ലാതും ആക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ കായം ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ മുളകും മല്ലിയൊക്കെ ചൂടാറിയിട്ടുണ്ട്, കായം ഒന്ന് ചൂടാറാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ സാമ്പാറിൻ്റെ വറുത്തെടുത്ത സാധനങ്ങളൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ വലിയൊരു ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മുളകിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മല്ലിയും ഉലുവയും ഉഴുന്നും പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കായൊക്കെ കൂടിയിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ അവസാനത്തെ ബാച്ച് സാമ്പാർ പൊടി പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി മണവും രുചിയുമുള്ള ഒരു സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയ്ക്കും സാമ്പാർ പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു 3-4 ടേബിൾ സ്പൂൺ പൊടി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ മായമൊന്നും ചേർക്കാത്ത അടിപൊളി സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തോരപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുമ്പളങ്ങ ഞാൻ ഇതുപോലെ കുറച്ച് വലിയ സൈസിലാണ് നുറുക്കിയിട്ടുള്ളത്. ചേന ചെറിയ കഷ്ണാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും എടുക്കാറുള്ള ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കഷ്ണത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലടിക്കാം. ഇപ്പോൾ ഒരു 2 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് കുക്കർ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുരിങ്ങക്കായ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കായ അതിൻ്റെ തൊലിയൊക്കെ ചീന്തിയിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവുള്ള മുളക് പൊടി. പിന്നെ ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 വെണ്ടക്കായ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മൂടി വെച്ചിട്ട് വെണ്ടക്കായ ഒന്ന് വെന്ത് വരുന്ന വരയ്ക്ക് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ചെറിയ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ കിടന്നൊന്ന് കുതിരട്ടെ. കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കട്ട കെട്ടാണ്ടിരിക്കാനാണ് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കണത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അതിലേക്ക് പുളിയോ ഉപ്പോ വെള്ളമൊക്കെ പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ പൊടിയൊക്കെ എനിക്ക് കറക്റ്റാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ഒക്കെ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ചൊയ നമ്മുടെ സാമ്പാറിനുണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, ഉലുവ, കരിവേപ്പില, 2 വറ്റൽമുളക് ഒക്കെ ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി സാമ്പാർ പൊടി ഇട്ട സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സാമ്പാറും സാമ്പാർ പൊടിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.